പായസം തന്നെ. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോവാട്ടോ. എങ്ങോട്ടാന്നല്ലേ, കർണാടകയിലേക്ക് പോവാണ്, കൊല്ലൂർ മൂകാംബികയിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുരുടേശ്വരം പോകട്ടെ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതെ ഇപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഞാൻ ഒരു 3:30 എണീച്ചു, പുലർച്ചെ 3:30 എണീച്ചു. എന്നിട്ട് കണ്ണൻ്റെ കാര്യം എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 4:45 4:30 ആകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. കുറച്ച് ടഫായിട്ടുള്ള പണിയായിരുന്നു, കാരണം കണ്ണൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആ ഉറക്കത്തിനിടയിൽ കണ്ണനെ മേല് ജസ്റ്റ് ഒന്ന് ഞാൻ കഴിപ്പിച്ചു. എന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ആളെ ഉറക്കി കേട്ടോ. അപ്പോൾ ആളിപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പം ഞങ്ങൾ രാവിലേട്ടൻ, ഞാനും കണ്ണനും പിന്നെ അച്ഛനും അമ്മയും ചേച്ചിയും പിന്നെ വേണു മാമനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ 5 മണിയാകുമ്പോൾ വണ്ടി വരാൻ വന്നിട്ടുണ്ട്, ടാക്സി വരാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ പരിപാടികളും കണ്ണൻ്റെ പരിപാടികളും ഞങ്ങൾ ഏകദേശം എല്ലാവരും റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്താണ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് സാധാ ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്, എൻ്റെ അമ്മ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ആയി മേടിച്ചിട്ട്. എനിക്കൊന്ന് കഴിഞ്ഞ വിഷുവിനല്ല, അതിന് മുമ്പത്തെ ഓണത്തിന് അങ്ങനെ എന്തോ മേടിച്ചൊരു ഡ്രസ്സായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇത് ഇട്ടിട്ടുള്ളൂ, അതായത് ഏതോ ഒരു ഓണപ്പരിപാടിക്ക് ഇട്ട ഒരു ഡ്രസ്സായിരുന്നു ഇത്. പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. ഇത് അങ്ങനെ ഷെൽഫിൽ കിടന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഇന്നലെ ഏത് ഡ്രസ്സ് ഇടുന്ന കൺഫ്യൂഷനായി. കുറേ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോവാൻ സമയത്ത് ഏത് ഇടേണ്ടത് കൺഫ്യൂഷനാണ്. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത ഡ്രസ്സാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കംഫർട്ടാണ് ഇടാൻ. ചെറുതായിട്ട് ലൂസ് ഉണ്ട് കേട്ടോ, കാരണം ഞാനിപ്പോൾ നല്ല രീതിയിൽ മെലിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തടി വെക്കാനുള്ള ലക്ഷ്യമാണ്. തടി വെക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. തടി വെക്കാൻ എന്തെങ്കിലും തിന്നുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നമായി, പനിയോ അല്ലെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ വയറിളക്കം അങ്ങനെ എന്തെങ്കിലും കാരണമായിട്ട് അതേപോലെ ലൂസായി പോകും കേട്ടോ. തടി അങ്ങനെ ലൂസായി പോകും. അപ്പോൾ നമുക്കിനി പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5 മണിക്ക് വണ്ടി വന്നെങ്കിൽ 5:15 നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വണ്ടിയിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇപ്പം ഞങ്ങൾ തലപ്പാടിയിലെത്തി കേട്ടോ. തലപ്പാടിയിലെത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഞങ്ങളെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. രാവിലെ എണീച്ചുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ തലപ്പാടി വരെ നമ്മൾ നല്ല രീതിയിൽ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ പോകുന്ന കാഴ്ചകളൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ, കാരണം കണ്ണൻ എൻ്റെ മടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ണനെ പിടിക്കാനും പിന്നെ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ എത്തി നമ്മൾ കൊല്ലൂർ മൂകാംബികയിൽ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ കല്യാണത്തിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് ഓരോ വർഷം തോറും അവരിങ്ങോട്ട് വരാറുണ്ട്, ഇങ്ങോട്ട് മുരുടേശ്വരമൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് എനിക്കിവിടെ വരുമ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തുന്ന ടൈം ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ചെരുപ്പൊക്കെ അഴിച്ച് ഉള്ള സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ചെറിയൊരു കൂപ്പൺ അടിച്ചിട്ട് പൈസയും കൊടുത്തിട്ടാണ് അവിടെ ചെരുപ്പ് അഴിച്ച് വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലെത്തി. അമ്പലത്തിന് പുറത്ത് അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അമ്പലത്തിനുള്ളിൽ നല്ല തിരക്കായിരുന്നു. അതുകൂടാതെ ആ ടൈമിൽ ഞങ്ങൾ ഉള്ളിൽ കയറിയ ടൈമിൽ നല്ല പെരും മഴയായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും മഴയും പിന്നെ അത്രയ്ക്കും ജനസാഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വന്നത്. ആദ്യ പ്രാവശ്യം എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാഹുലേട്ടൻ്റെ ഫാമിലിയുടെ കൂടെയുള്ള ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പായിട്ട് ഇത്. ഞങ്ങൾ ഇതുവരെയായിട്ട് രാഹുലേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് വന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറേ നാളായി രാഹുലേട്ടൻ്റെ അമ്മ പറയുന്നു കൊല്ലൂർ പോകണമെന്ന്. പക്ഷേ പോകാൻ നോക്കുന്ന ടൈമിൽ എന്തെങ്കിലും കാരണങ്ങൾ അത് മുടങ്ങിപ്പോവും. അപ്പോൾ ഇപ്പോഴാണ് അമ്മയ്ക്ക് കൊല്ലൂർ മൂകാംബിക അമ്മയെ കാണാൻ സാധിച്ചത് കേട്ടോ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ കുറേ ആയി, നമ്മുടെ മംഗലം കഴിഞ്ഞതിന് മുന്നേ തന്നെ അമ്മ ഇങ്ങനെ പറയുന്നതാണ് അച്ഛനോടൊക്കെ, പക്ഷേ ചില സാഹചര്യം കൊണ്ട് എല്ലാം മുടങ്ങിപ്പോയതാണ്. അപ്പോൾ ഇപ്പോഴാണ് അമ്മയ്ക്ക് അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റിയത് കേട്ടോ. അമ്മയ്ക്ക് കൊല്ലൂർ മൂകാംബിക മാത്രമല്ല മുരുടേശ്വരം, ചന്ദനമഴ സീരിയൽ കണ്ട പിന്നെ അമ്മയ്ക്ക് മുരുടേശ്വരം പോകണമെന്നില്ല ഭയങ്കര ഒരു പൂതിയായിരുന്നു. അതും നമുക്ക് ഈ ഒരു പ്രാവശ്യം സാധിച്ചെടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മഴ കുറയാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഏകദേശം മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ക്യൂ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ.
തീവണ്ടി പോലൊരു ക്യൂ ആയിരുന്നു. എത്രയോ ആൾക്കാരായിരുന്നു. നമ്മൾ ബാക്കിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ക്യൂവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂ തീർന്നു കിട്ടി കേട്ടോ. അങ്ങനെ കുറേ കാത്തുക്കേണ്ടി വന്നില്ല. അങ്ങനെ ദേവിയൊക്കെ തൊഴുതതിന് ശേഷം നമ്മളത് ഈ ഒരു രഥത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. മിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ദേവിയൊക്കെ തൊഴുതിന് ശേഷം നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇഡ്ഡലിയും തോരക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളൊരു സ്ഥലം കണ്ടിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും നല്ല പോളിങ്ങിലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഏകദേശം 10:30 നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമും. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കട്ട ചായ ആയിരുന്നു കുടിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉറക്കപ്പിച്ച് മാറി കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ എണീച്ച പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എന്തെങ്കിലും കഴിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും നല്ല രീതിയിൽ ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ആർക്കും ഫുഡ് തേഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഇനി മുരുടേശ്വരം എത്തിയിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ മുരുടേശ്വരത്തേക്കാണ് വിടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിടുന്ന ടൈമിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു. മുരുടേശ്വരം എത്താറായപ്പോഴേക്കും നല്ല പെരും മഴയായിരുന്നു കേട്ടോ. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല, അത്രയും രീതിയിൽ മഴയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ കമാനത്തെത്തി. കമാനത്തിൻ്റെ കുറച്ച് അപ്പുറം എത്തിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്ക് കിട്ടി കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ആൾക്കാരുടെ ഒരു ബ്ലോക്കും വണ്ടിയുടെ ഒരു ബ്ലോക്കും ആയിട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ബ്ലോക്കൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടിയുടെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. പുറത്ത് നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ഒരു നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ശിവരൂപത്തിൻ്റെ അടുത്തേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ എല്ലാം കൊളായി. നല്ല മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. കൂടാതെ നല്ല കാറ്റായിരുന്നു. ഞാനൊക്കെ ഇപ്പോൾ പറന്നു പോകും, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നടക്കാൻ ശ്രമിച്ചു. എന്നാലും ആ മഴ നമ്മൾ ചതിച്ചു കേട്ടോ. അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തിയപ്പോൾ സ്റ്റെപ്പിൻ്റെ അടുത്ത് ഒരു ഷീറ്റ് മാതിരി കെട്ടിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു. മഴ എന്തായാലും മഴയത്ത് കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നും. അപ്പോൾ ഇത് എനിക്ക് രാവിലേട്ടനാണ് ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിരുന്നത്. പിന്നെ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ റെയിൻ കോട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. 100 രൂപ 150 രൂപ അങ്ങനെ ആ ഒരു റേറ്റിന് റെയിൻ കോട്ടൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല കാറ്റായിരുന്നത്. ചെടികളൊക്കെ ഇങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുകയാണ്. കടലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കടലിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും കടലിൻ്റെ അടുത്തൊന്നും ഞാൻ പോയില്ല. ഒന്നാമത് എനിക്ക് കടൽ അത്ര പേടിയുള്ളൊരു സംഭവമാണ്. കടലെങ്ങാനും എന്നെ കൊണ്ടുപോയാലോ എന്നൊരു പേടി എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ല തിരക്കായിരുന്നു. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. ഞങ്ങളൊരു ഞായറാഴ്ച ദിവസമാണ് അങ്ങോട്ട് പോയിരുന്നത്. അതുകൊണ്ടായിരിക്കാം നല്ല തിരക്കായിരുന്നു. അപ്പോൾ രാഹുലേട്ടൻ അടുത്ത വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് ഫോണിൽ എടുത്ത് തരണം കേട്ടോ ചെയ്തത്. ഞാനൊരു സൈഡിൽ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കണ്ടില്ലേ ഒരു ഗോപുരം, അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. എത്ര ടിക്കറ്റിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് 10, 20, 30 അങ്ങനെ എന്തോ ആണ് ടിക്കറ്റിൻ്റെ പ്രൈസ്. ഞാൻ മുമ്പൊക്കെ അച്ഛൻ്റെ ഒന്നിച്ച് വരുമ്പോഴൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ നല്ല കാറ്റായിരുന്നു. പക്ഷേ ഈ ഒരു പച്ചപ്പും പിന്നെ കടലിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. എന്നാൽ ഈ കാറ്റത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു. എല്ലാവരും നല്ല വിശപ്പിൻ്റെ ഒരു ഇലായിരുന്നു ഉണ്ടായത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കുടൽ കരയുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മളെ ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് വരുന്ന ടൈമിൽ ഭയങ്കര സന്തോഷമാട്ടോ. പ്ലേറ്റ് ഇട്ടതിന് ശേഷം ഫുഡ് വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ആദ്യം വന്നത് പായസമായിരുന്നു കേട്ടോ. അരിയുടെ ഒരു പായസമായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ കണ്ണന് നല്ല ഇഷ്ടമായി കേട്ടോ. കുറച്ചേ കിട്ടിയില്ലെങ്കിലും കണ്ണൻ നല്ല രീതിയിൽ ആ ഒരു പായസം കുടിച്ചു കേട്ടോ. കണ്ണന് തികയാഞ്ഞിട്ട് ഞാൻ രാഹുലേട്ടൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്നത് എടുത്തു. അതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് എന്തോ ഒരു കടലക്കറിയും തന്നു കേട്ടോ. അത് എന്തിനാണ് ഈ പായസത്തിൻ്റെ കൂടെ തന്നതെന്നറിയില്ല. അത് ഞാൻ നല്ല രീതിയിൽ കഴിച്ചു കേട്ടോ. പായസവും ആ കടലക്കറിയൊക്കെ കാലിയതിന് ശേഷം ചോറ് വന്നു കേട്ടോ.
അപ്പോൾ ഒരു പച്ചരി ചോറാണെങ്കിലും അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫുഡിന് പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. എനിക്ക് അമ്പലത്തിലത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിനടുത്തുള്ള മല്ലത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേ ചൂട് പച്ചരി ചോറൊക്കെ വരാണ്. അതിൻ്റെ കൂടെ സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ സാറ് കറി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ 2 പ്രാവശ്യം ചോറ് കഴിച്ചു കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ചോറ് കഴിക്കുന്ന ആളാണ്, പക്ഷേ ഇന്ന് എന്തോ അറിയില്ല ഭയങ്കര വിശപ്പായത് കാരണം 2 പ്രാവശ്യം ഞാൻ ചോറ് കഴിച്ചു. അപ്പോൾ കണ്ണൻ ചോറ് കഴിച്ചില്ല, പക്ഷേ ആൾ നല്ല രീതിയിൽ പായസം കുടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഫ്രീ ആട്ടോ, ഇവിടെ വരുമ്പോൾ ഫുഡ് ഫ്രീ ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. ഗോപുരത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞില്ലേ ലിഫ്റ്റിലാണ് നമ്മൾ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം മുരുടേശ്വരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി, ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7:30 ടൈമിൽ, രാത്രി 7:30 ടൈമിൽ നമ്മൾ കുമ്പളയിലാണോ ഉപ്പളയിലാണോ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വൈകുന്നേരം നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കണ്ണനൊക്കെ ആണെങ്കിൽ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ആൾ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു, പിന്നെ അൽഫാം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ തട്ടി കേട്ടോ. നല്ല വിശപ്പ് കാരണം എല്ലാം നല്ല രീതിയിൽ ഫിനിഷ് ആയി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മളൊരു 8:30 വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10 മണിയായി. നമ്മൾ ഫ്രഷായി കഴിഞ്ഞു. എന്നിട്ട് ഉറങ്ങാൻ പോവാം കേട്ടോ. കണ്ണൻ ആളെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആളെ ഉറങ്ങുമെന്ന് അറിയില്ല, ആളെ വണ്ടിയിൽ നല്ല ഉറക്കമായിരുന്നു. എന്നെ ഇവിടെ എത്തിയിട്ട് കുറച്ചേക്ക് ഉറങ്ങിയാലായി എനിക്ക് പോയി. അപ്പോൾ എന്താണ്, ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. കൊല്ലൂരാണെങ്കിലും പിന്നെ മുരുടേശ്വരമൊക്കെ എത്തിയപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. മുരുടേശ്വരം എത്തിയപ്പോൾ ഒരു ചടപട മഴയായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് മാക്സിമം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ വിട്ടുപോയാല പറ്റിയിരുന്നില്ല ആ ഒരു മഴയത്തും. പിന്നെ കണ്ണൻ എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്നു. കണ്ണൻ എവിടെയെങ്കിലും പോയാൽ എൻ്റെ ഒന്നിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്. വേറെ ആരും ഒന്നിച്ച് പോയില്ല, എൻ്റെ ഒന്നിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാക്സിമം കഴിയുന്നത്ര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, നമ്മൾ ഏതോ സ്ഥലത്തുള്ള ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഉപ്പളയാണോ കുമ്പളയാണോ ഏതോ സ്ഥലത്തുള്ള ഫുഡെല്ലാം കഴിച്ച് നല്ലൊരു ഉറക്കം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 3:30 ആകുമ്പോൾ ഞാൻ എണീച്ചു കേട്ടോ. ഞാൻ എണീച്ചിട്ട് കണ്ണൻ്റെ കാര്യം ചെയ്തു. പിന്നെ എൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 5 മണി കറക്റ്റായി. അല്ല 5 മണിയല്ല, 4:30 അപ്പോൾ എനിക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.